ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം നമ്മളിങ്ങനെ തിയേറ്ററിൽ ഇരുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. കാരണം സ്ക്രിപ്റ്റിംഗ് പറയാനില്ല, ഡയറക്ഷൻ, മേക്കിംഗ് ആൻഡ് എവറിത്തിങ് സൂപ്പർ ആയിരുന്നു. ഓരോ ആർട്ടിസ്റ്റുകൾ എടുത്ത് വെച്ചാൽ ഓരോ പോയിന്റ് ചെയ്ത് ഓരോ ആർട്ടിസ്റ്റിനെ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ആസ് ഐ ആം എൻ ആർട്ടിസ്റ്റ്, ഞാനും ഒരു ആക്ടറാണ്. അപ്പോൾ എനിക്കും അത് ഭയങ്കര അഭിമാനം തോന്നുന്നു. കാരണം ഈച്ച് ആൻഡ് എവറി പേഴ്സൺ അവർ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം, ഇതിനകത്ത് വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതിപ്പോൾ എന്തായാലും റിവീൽ ചെയ്യുന്നില്ല. നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ മസ്റ്റ് ആയിട്ട് വന്ന് കണ്ട് അത് നിങ്ങൾ അനുഭവിച്ച് അറിഞ്ഞ് എല്ലാവരും അടിച്ച് പൊളിക്കുക. എന്തായാലും ജയറാമേട്ടൻ വലിയൊരു തിരിച്ചു വരുവാണ്. ജയറാമേട്ടൻ നമ്മുടെ മലയാളത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. സോ ഐ ആം ഹാപ്പി ഫോർ ദിസ്. നമ്മള് പ്രതീക്ഷിച്ചതിനൊക്കെ എത്രയോ മുകളിലാണ് ഈ പടത്തിന്റെ എക്സ്പീരിയൻസ്. ഫ്രം സ്റ്റാർട്ട് ടു ദി ലാസ്റ്റ് ഇരുത്തി നമ്മളെ എന്താ പറയാ മുൾമുനയിൽ നിർത്തിയ ഒരു കഥയായിട്ട് തോന്നി. വെരി ലക്കി ടു ബി സ്മോൾ പാർട്ട് ഓഫ് ദിസ് മൂവി. വെരി ലക്കി. ഓ താങ്ക് ഗോഡ്. ഒന്നുമായിട്ട് കമ്പയർ ചെയ്യണ്ട. ഇതൊക്കെ എക്സ്പെക്ടഡ്, മോർ ദാൻ എക്സ്പെക്ടഡ്. ഞാൻ ഒരു ഹൈപ്പായിട്ട് കാണല്ല. എൻ്റെ ഉള്ളിൽ നിന്ന് വന്നതിൻ്റെ ആ ഒരു ഇത് ഇനി മാറിയിട്ടില്ല. ആ ഒരു ത്രില്ല് ഇനി മാറിയിട്ടില്ല. ആൻഡ് സെക്കൻഡ് ഹാഫിൽ ഒരാള് വരുന്നുണ്ട് മോനെ. ഓ അതിനു വേണ്ടി ഞാൻ ഇനിയും കാണാൻ പറ്റും. ഒരു സൂപ്പർ സ്റ്റാറിന്റെ വിളയാട്ടമാണ്. അടിപൊളി, തകർത്തിട്ടുണ്ട് പടം. നല്ലൊരു മെഡിക്കൽ ത്രില്ലർ. അഞ്ചാം പാതിരയുടെ ഒരു ഇതല്ല, ഇതൊരു മെഡിക്കൽ ത്രില്ലറാണ്. നന്നായിട്ട് സ്റ്റഡി ചെയ്തായിട്ട് എടുത്തിരിക്കുന്ന പടം. അതായത് നല്ല ശ്രദ്ധിച്ചിരിക്കണം പടം, എന്നാലേ മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മൾ വെറുതെ ഷോയിൽ സൂപ്പർ സ്റ്റാറിന്റെ ഒരു വിളയാട്ടമാണ് ഇന്റർവ്യൂല് കഴിഞ്ഞ് തകർത്തു. ജയറാം തകർത്തിട്ടുണ്ട്. ജയറാം ഉഗ്രനായിട്ടുണ്ട്. അടിപൊളി. ജയറാം എല്ലാവരും നന്നായിട്ടുണ്ട് കേട്ടോ.